ഹലോ, ഇന്നത്തെ നമ്മുടെ നൈറ്റ് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഈ രാത്രി ഞങ്ങൾ മൂന്നുപേരും കൂടി ഡ്രസ്സ് മാറ്റി അങ്ങോട്ടേക്ക് അറിയ പോകുന്നത്. ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ആരുടെ അറിയോ? നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടെന്ന്. ഇന്ന് അപ്പുക്കുട്ടൻ 5 വയസ്സ് പൂർത്തിയാക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ എത്തി. അമ്മയും പപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടി. 7 മണിയാകുമ്പോൾ നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദ്യം എല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും 7:30. അപ്പോൾ അവിടെ എത്താൻ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ല അടിപൊളി സ്പൈഡർമാൻ തീമിലുള്ള ഒരു കേക്കൊക്കെ അവിടെ എത്തി. എല്ലാവരോടും കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നപ്പോഴേക്കും സമയം പിന്നെ ഒരുപാട് വൈകി കേട്ടോ. പിന്നെ അധികം നേരം നിന്നില്ല, വേഗം കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയും ചേട്ടനും അപ്പവും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ലവിക്കുട്ടിയും കൂടെ കൂടി കേട്ടോ. അപ്പോൾ ഇവർ 4 പേരും കൂടിയാണ് ഇന്ന് കേക്ക് 4 പേരും കൂടി നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പൂന് ഭയങ്കര സന്തോഷമായിരുന്നു, പിന്നെ ലവിക്കുട്ടിക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അപ്പൂന് സ്പൈഡർമാനും മതി, കേക്ക് വേണ്ടാന്ന്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വേഗം ലവിക്കുട്ടിക്ക് ആദ്യം കേക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ അത്യാവശ്യം വലിയ ഫാമിലി ആയതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു സമയമാകും. പിന്നെ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള കൺഫ്യൂഷൻ വേറെ. അങ്ങനെ എല്ലാവർക്കും അപ്പോൾ കേക്ക് കൊടുത്തു. അവരും തിരിച്ച് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി. അപ്പോൾ ചേച്ചി നല്ല അതിൻ്റെ ഇടയിൽ കേക്ക് കിട്ടാത്ത ആൾക്കാർ അപ്പൂന് അവിടെ പോയി കേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ കുക്കുവിന് കേക്ക് കിട്ടിയില്ലായിരുന്നു. കുക്കുന്ന് അവിടെ പോയിട്ട് അപ്പൂന് കേക്ക് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയ കാര്യമൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ ഞാനും ഇച്ചാനും ലവിക്കുട്ടിയും കൂടി പോയിട്ട് അപ്പൂന് ഗിഫ്റ്റും കൊടുത്തു, കേക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ എന്തായാലും കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു, കഴിക്കലും കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയ സമയം കൊണ്ട് ഇവിടെ അപ്പുക്കുട്ടൻ്റെ ലവിക്കുട്ടീന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലവിക്കുട്ടിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ലവിക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരാളെ കളിക്കാൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. പറ്റുന്ന സമയം അവൾ നന്നായിട്ട് മുതലെടുക്കും. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പോയിൻ്റ് ഡാൻസും പാട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലവിക്കുട്ടീന് ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നപ്പോഴേക്കും ഫുഡ് കഴിക്കാനും എല്ലാം സെറ്റാക്കിയിട്ട് ഇനി നേരെ പോയി ഫുഡ് കഴിക്കുക. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചക്ക വെട്ടാനുണ്ടായിരുന്നു. ചക്ക പോയി വെട്ടി, നല്ല മധുരമുള്ള ചക്ക. അതും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോവാനുള്ള സമയം കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ പിള്ളേരുടെ കൂടെ അവിടെ കളിച്ചൊക്കെ നിന്ന് അങ്ങനെ ഒരു 10:30 ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.